ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എഫാത്ത കുടുംബത്തിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഓശാന ഞായറിൻ്റെ പ്രാർത്ഥന മംഗളങ്ങൾ. നമ്മൾ ഓരോരുത്തരും ഇന്നേ ദിവസം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയിൽ പങ്കാളികളാകുമ്പോൾ, ഓശാന ഞായറിൻ്റെ എല്ലാ തിരുക്കർമ്മങ്ങൾ പങ്കാളികളാകുമ്പോൾ, ബഹുമാനപ്പെട്ട അച്ഛന്മാര് വെഞ്ചരിച്ച കുരുത്തോലകള് നമ്മുടെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് തരുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ സങ്കടങ്ങളിലേക്ക്, കുടുംബത്തില്, സമൂഹത്തില്, രാഷ്ട്രീയ അധികാരികളിലേക്ക്, സഭയിലേക്കൊക്കെ ദൈവത്തിൻ്റെ ദൈവികമായ സാന്നിധ്യം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നമ്മുടെ രാജാതിരാജൻ എഴുന്നള്ളി വരുന്ന കുതിരപ്പുറത്ത്, കഴുതപ്പുറത്ത് നമ്മുടെ കുടുംബത്തിലേക്ക് ഓടിയെത്തുന്ന ഒരു ദൈവികമായ സാന്നിധ്യം അനുഭവിച്ചിട്ട് വേണം ഈ വർഷം നമ്മൾ കുരുത്തോലകൾ ചങ്കോട് ചേർത്ത് വെക്കാൻ. ആ കുരുത്തോലകൾ കയ്യിൽ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ഈശോയുടെ കയ്യിലേക്ക് ചേർത്ത് കൊളുത്തിട്ട് പിടിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഉദ്ധിതനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ആശ്വാസം പകരാൻ ഈശോ ഇന്ന് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കുതിരപ്പുറത്ത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാൻ, എല്ലാ വർഷത്തെയും പോലെയല്ല, ഈ വർഷം ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റും എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടി ഈ പ്രഭാതത്തിലെ എല്ലാ ശുശ്രൂഷകളോടും ചേർന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ 9 മുതൽ 12 വരെയുള്ള വചനം ഏറെ സന്തോഷത്തോടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പു വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാനിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എബ്രായിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും, പടവില് ഞാൻ ഒടിക്കും, അവൻ ജനതകൾക്ക് സമാധാനമരുളും, അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും സഭയിലുമൊക്കെ സമാധാനത്തിൻ്റെ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഈ പ്രഭാതത്തിലെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ ബലിയുടെ അഭിഷേകവും നമ്മളെല്ലാവരെയും പൊതിയട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷത്തോടു കൂടി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഓശാന ഞായറിൻ്റെ പ്രാർത്ഥന മംഗളങ്ങൾ. ആമേൻ.